Good morning, ma'am. Good morning. Good morning, ma'am. Good morning. എല്ലാവർക്കും good morning കേട്ടാ. Okay. Good morning, ma'am. കഴിഞ്ഞ ക്ലാസ്സിൽ Good എടുത്തതൊക്കെ morning, ma'am. വായിച്ചിട്ടോ? Good morning, good morning. വായിച്ചായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ? Yes, ma'am. Okay. നമുക്ക് ഇനി എടുക്കാനുള്ളത് വായിച്ച് റീഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. വായിച്ചു പോകേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്നാലും എന്ത് ചെയ്യാം, മനസ്സിലാവാത്തതൊന്ന് അതിന്റെ മീനിങ് ഒന്ന് എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞു പോകുന്നതിന്റെ കൂട്ടത്തിൽ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കേട്ടോ, കുറെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇനി ഇവിടെ പറയാനായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, അറിയാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക സൈഡില്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്റർ ഫ്രണ്ട് ഓഫീസ് ആണ് കേട്ടോ. ഫ്രണ്ട് ഓഫീസ് 8ാമത്തെ ചാപ്റ്റർ. ഓക്കെ, അപ്പൊ നമ്മൾ ഡീലിംഗ് വിത്ത് അപ്സെറ്റ് കസ്റ്റമേഴ്സ് വരെയാണ് എടുത്തു നിർത്തിയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് വൺ, റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്. ഓക്കെ, ഫ്രണ്ട് ഓഫീസിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ഏരിയകളാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് കേട്ടോ. അതിനകത്ത് ആദ്യത്തേതെന്ന് പറയുന്നത് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക് ആണ്. നിങ്ങളുടെ റിസപ്ഷൻ ഏരിയയിൽ ചെന്ന് കഴിഞ്ഞാല് സൈഡിലായിട്ട് പല പല ബോർഡുകൾ, അതായത് ആ ഒരു ഏരിയയുടെ ഭാഗമായിട്ട് പല പല ബോർഡുകൾ കാണാനായിട്ട് സാധിക്കും. അതിനകത്ത് ഒരു ഏരിയ എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക് ആണ്. അവരുടെ റോൾ എന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ, ഗ്രീറ്റ് ദ കോളർ വിത്ത് എ പോസിറ്റീവ് അപ്രോച്ചിങ് ആക്ട്. അതായത് ഇപ്പൊ ഫോൺ വിളി, ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ഇപ്പൊ ഒരു വിസിറ്റർ ആരെങ്കിലും ഫോൺ വിളിക്കുവാണെങ്കിൽ അദ്ദേഹത്തെ നന്നായിട്ട് ഗ്രീറ്റ് ചെയ്ത് സംസാരിക്കുക. ഇപ്പൊ അല്ലെങ്കിൽ ഒരു വിസിറ്റർ നേരിട്ട് വരികയാണെങ്കിൽ അവരോട് നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യുക, നല്ലൊരു ആറ്റിറ്റ്യൂഡോട് കൂടി എന്ത് ചെയ്യുക, അപ്രോച്ച് ചെയ്ത് സംസാരിക്കുക. മീൻസ് നല്ല ബിഹേവിയറോട് കൂടിയിട്ട് എന്ത് ചെയ്യുക, പെരുമാറാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഗ്രീറ്റ് ചെയ്യുക, അവരെ വന്ദിക്കുക. ഓക്കെ, ദെൻ രണ്ടാമത്തെ പോയിന്റ് എളുപ്പത്തിൽ മനസ്സിലാവും കേട്ടോ ഇതൊക്കെ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റെസ്പോണ്ട് ഇൻസ്റ്റന്റ്ലി ടു ദെയർ ക്വയറീസ്. ആളുകൾ എന്തെങ്കിലും അന്വേഷണങ്ങളുമായിട്ട് വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അവരോട് പ്രതികരിക്കുക. ഡിലേ ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, എന്തെങ്കിലും അത്യാവശ്യമായിട്ട് വരുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, ഇൻസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യാം, റെസ്പോണ്ട് ചെയ്യാം. ദെൻ മൂന്നാമത്തെ പോയിന്റ്, നോ ദ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിൽ എത്ര ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന്, അല്ലെങ്കിൽ എത്ര ഡിപ്പാർട്ട്മെന്റുകളാണ് അവിടെ ഉള്ളതെന്ന് എന്ത് ചെയ്യാം, അറിഞ്ഞിരിക്കുക. ഓക്കെ, എന്നാൽ മാത്രമേ രോഗികൾ വന്ന് ചോദിക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് ആൻസർ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. Then fourth point, have a list of doctors and employees along with their numbers. അവിടെയുള്ള ഡോക്ടേഴ്സിന്റെ അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ പേരുൾപ്പെടെ അവരുടെ ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങള് ആ ലിസ്റ്റ് എന്ത് ചെയ്യുക, കയ്യില് ഉണ്ടായിരിക്കുക. അതിപ്പോ നിങ്ങളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് ചെന്നാൽ ഇങ്ങനെ ഉണ്ടായിരിക്കും. അതായത് ആദ്യത്തെ 2-3 ദിവസം നിങ്ങൾക്ക് തരുന്നത് ആ ഒരു ഹോസ്പിറ്റലിൽ എത്ര ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, എത്ര ഡോക്ടേഴ്സ് ഉണ്ട്, അവരുടെ ഫോൺ നമ്പർ എത്രയൊക്കെ ആണെന്നായിരിക്കും ആ ഒരാഴ്ച അല്ലെങ്കിൽ ആ 2-3 ദിവസം കൂടി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉണ്ടാവുക കേട്ടോ. അപ്പൊ ഡിപ്പാർട്ട്മെന്റുകൾ എത്രയുണ്ടെന്ന് അറിയാം, കൂടാതെ ഡോക്ടർമാരുടെ പേരറിയാം, ദെൻ അവർ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് അറിയാം, ദെൻ അവരുടെ നമ്പേഴ്സ് അറിഞ്ഞിരിക്കുക. അടുത്തത്, ഷുഡ് നെവർ ബി ഹോട്ടി വൈൽ റിസീവിംഗ് എ കോൾ. ഇനി കോളൊക്കെ എടുക്കുമ്പോൾ, ഫോൺ കോളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അഹങ്കാരത്തോടു കൂടി സംസാരിക്കാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, ഹോട്ടിയായിട്ട് എന്ത് ചെയ്യരുത്, സംസാരിക്കാനായിട്ട് പാടുള്ളതല്ല. ലാസ്റ്റ് പോയിന്റ്, ഒപ്റ്റിമൈസ് പേഷ്യൻസ് സാറ്റിസ്ഫാക്ഷൻ, provider time and treatment room utilization by scheduling appointments in person or by telephone. രോഗികളുടെ സാറ്റിസ്ഫാക്ഷൻ, അവർക്കുള്ള ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് എന്നിവ പേഴ്സണൽ ആയിട്ടോ ഇൻഡിവിജ്വൽ ആയിട്ടോ അല്ലെങ്കിൽ ടെലിഫോണിലൂടെയോ ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു, അപ്പോയിന്റ്മെന്റ്സിന് സഹായിക്കുന്നു. എങ്ങനെയാണ്, ഒന്നില്ലെങ്കിൽ
പേഷ്യന്റ് നേരിട്ട് വരാം, അല്ലെങ്കിൽ ഫോണിലൂടെ അവരെ കോൺടാക്ട് ചെയ്യുക. അല്ലെ, ഇങ്ങനെ കോൺടാക്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, അതായത് നല്ല രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ അവരുടെ സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കൂടും, അതുപോലെ തന്നെ അവരുടെ ചികിത്സാ സൗകര്യങ്ങൾ കൂട്ടാനായിട്ട് സഹായിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കോൺടാക്ട് ചെയ്യുന്നതിലൂടെ അവരെ ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് അവരെ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ, അതായത് ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂമിലേക്ക് അവരെ ആനയിക്കുന്നു. ഓക്കെ, ഇത്രയുമാണ് റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, വായിച്ചു നോക്കിയാൽ മതി കേട്ടോ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ദെൻ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാല് റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്ക്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ്. റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്ക് എന്ന് പറഞ്ഞാല് ഹെൽത്ത് ചെക്കപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള വിഭാഗമാണ് കേട്ടോ ഇത്. ഹോസ്പിറ്റലിലെ ഹെൽത്ത് ചെക്കപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള വിഭാഗമാണ്. എന്തെങ്കിലും ഹെൽത്ത് ചെക്കപ്പ് പേഷ്യൻസിന് നടത്തുന്നെങ്കിൽ ഈ ഒരു വിഭാഗത്തെയാണ് എന്ത് ചെയ്യുക, ഡിപ്പെൻഡ് ചെയ്യുക. അപ്പൊ അവരുടെ റോളാണ് എന്താണ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പ്രൊവൈഡ് അസിസ്റ്റൻസ് ആൻഡ് ഫെസിലിറ്റേറ്റ് കസ്റ്റമർ. കസ്റ്റമറിന് സഹായവും സൗകര്യവും ചെയ്തു കൊടുക്കുക. ഓക്കെ, ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്യാൻ വരുന്ന കസ്റ്റമേഴ്സിന് എന്ത് ചെയ്ത് കൊടുക്കുക, ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ അവർക്ക് ഫെസിലിറ്റി അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ദെൻ രണ്ടാമത്തെ പോയിന്റ് ഹാൻഡ്ലിംഗ് കോർപ്പറേറ്റ് ബാക്ക് ഇൻക്വയറീസ്. അന്വേഷണങ്ങൾ എന്തെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അന്വേഷണങ്ങളുമായിട്ട് രോഗികൾക്ക് എന്തെങ്കിലും വന്നാലോ, എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ, ഹെൽത്ത് ചെക്കപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിനു വേണ്ടിയുള്ള അന്വേഷണങ്ങൾ നടത്തുക. വേറെ ഡിപ്പാർട്ട്മെന്റിലൊക്കെ എന്ത് ചെയ്യാം, അന്വേഷിച്ചിട്ട് എന്ത് ചെയ്യാം, രോഗികൾക്ക് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക. ദെൻ മൂന്നാമത്തെ പോയിന്റ് അപ്പോയിന്റ്മെന്റ് ആൻഡ് ഷെഡ്യൂളിംഗ് ഓഫ് ഹെൽത്ത് ചെക്കപ്പ്. ഹെൽത്ത് കെയർ ചെക്കപ്പുകൾക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കുകയും ഷെഡ്യൂൾ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, എന്താണ് ഓക്കെ, അതായത് അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യുക. ഇപ്പൊ ഓരോ പേഷ്യൻസിനും ഹെൽത്ത് ചെക്കപ്പുകളുടെ ഡേറ്റിൽ ചെയ്യാനായിട്ട് ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പൊ അവരുടെ ഹെൽത്ത് ചെക്കപ്പ് എന്നാണോ ആ ഡേറ്റിന് എന്ത് ചെയ്യുക, അപ്പോയിന്റ്മെന്റ് എടുക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒരു സ്കാൻ ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ ആ സ്കാനിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നേരത്തെ തന്നെ എന്ത് ചെയ്യാം, മുൻകൂട്ടി എന്ത് ചെയ്യാം, അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് എന്ത് ചെയ്യാം, ആ ഒരു ചെക്കപ്പ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഈ ഒരു ഹെൽത്ത് ചെക്ക് ഡെസ്കിനെയാണ് എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ദെൻ കോർഡിനേറ്റിംഗ് വിത്ത് കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ്. ഏത് വിഭാഗത്തിനാണോ ഇപ്പോ ബന്ധപ്പെട്ട, ഇപ്പൊ ഒരു ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുമ്പോൾ പല പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നായിരിക്കും, പല പല ഡോക്ടേഴ്സ് ആയിരിക്കും ആ ഒരു ഹെൽത്ത് ചെക്കപ്പ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഏത് ഡോക്ടറാണോ അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ ആ ഹെൽത്ത് ചെക്കപ്പ് എഴുതി കൊടുത്തിരിക്കുന്നത് ആ ഡിപ്പാർട്ട്മെന്റിനെ ബന്ധപ്പെടുക. ഓക്കെ, ഇപ്പൊ എക്സ്റേ എടുക്കാനായിട്ടാണ് എഴുതി കൊടുത്തിരുന്നത് വിചാരിക്കുക. ഓക്കെ, ചെസ്റ്റിന്റെ എക്സ്റേ ആണ്, അതുകൊണ്ട് പൾമണോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് അത് എഴുതി കൊടുത്തിരിക്കുന്നത്. അപ്പൊ രോഗി ആ ഒരു പ്രിസ്ക്രിപ്ഷനുമായിട്ട്, ആ ഒരു ചീട്ടുമായിട്ട് ഈ ഒരു ഹെൽത്ത് ചെക്ക് ഡെസ്കിനെ സമീപിച്ചു കഴിഞ്ഞാല് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ച് എന്ത് ചെയ്യാം, കാര്യങ്ങൾ ചോദിച്ചറിയാം, ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ഡിസ്പാച്ച് ഓഫ് റിപ്പോർട്ട് ആഫ്റ്റർ ഹെൽത്ത് ചെക്കപ്പ്. ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷം റിപ്പോർട്ട് അയക്കുക. ഞാൻ പറഞ്ഞു, ചെസ്റ്റുമായിട്ട് എക്സ്റേ എടുക്കാനായിട്ട് ഒരാൾ വരികയാണ്, ചെസ്റ്റിന്റെ എക്സ്റേ ആണ് എടുത്തിരിക്കുന്നത്. എടുത്തതിന് ശേഷം ആ റിപ്പോർട്ട് നേരിട്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കുന്നത് ആരാണ്, ഈ ഒരു ഹെൽത്ത് ചെക്ക് ഡെസ്ക് ആണ് കേട്ടോ. രോഗിക്ക് എന്ത് ചെയ്യുന്നില്ല, നേരിട്ട് അവിടെ കൊടുക്കുന്നില്ല, പകരം ചില കേസുകളിൽ പേഷ്യന്റ് നേരിട്ട് റിപ്പോർട്ട് കൊടുക്കാം, ചില കേസുകളിലാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യും, റിപ്പോർട്ട് അയക്കാണ് ചെയ്യുന്നത്. ഓക്കെ, വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പ്രൊവൈഡ് അസിസ്റ്റൻസ് ആൻഡ് ഫെസിലിറ്റേറ്റ് കസ്റ്റമർ. കസ്റ്റമറിന് സഹായവും സൗകര്യവും ചെയ്തു കൊടുക്കുക. രണ്ടാമത്തെ പോയിന്റ് ഹാൻഡ്ലിംഗ് കോർപ്പറേറ്റ് വാക്ക് ഇൻക്വയറീസ്. അന്വേഷണങ്ങൾക്ക് മറുപടി കൊടുക്കുക അല്ലെങ്കിൽ അന്വേഷണങ്ങൾ കൈകാര്യം ചെയ്യുക. മൂന്നാമത്തെ പോയിന്റ് അപ്പോയിന്റ്മെന്റ് ആൻഡ് ഷെഡ്യൂളിംഗ് ഓഫ് ഹെൽത്ത് ചെക്കപ്പ്. ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടിയിട്ടുള്ള അപ്പോയിന്റ്മെന്റുകൾ എടുത്തു കൊടുക്കുക. ദെൻ കോർഡിനേറ്റിംഗ് വിത്ത് കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ്. ബന്ധപ്പെട്ട വകുപ്പുകളുമായിട്ട് എന്താ പറയാ, കോർഡിനേറ്റ് ചെയ്യുക.
ദ ലാസ്റ്റ് പോയിന്റ് ഡിസ്പാച്ച് ഓഫ് റിപ്പോർട്ട് ആഫ്റ്റർ ഹെൽത്ത് ചെക്കപ്പ്. അതായത് ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷം രോഗിയുടെ റിപ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കുക. ക്ലിയർ ആണോ? ക്ലിയർ ആയോ? ഓക്കെ. ഇനി റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക്, ഇത് വേറൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഓക്കെ. പല ഹോസ്പിറ്റലിലും നമ്മൾ ഈ പല പല പേരുകളിൽ ഇത് ചിലപ്പോൾ കാണില്ല കേട്ടോ. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ കാണാനായിട്ട് സാധിക്കില്ല. എല്ലാവരും തന്നെ ഒരു വിഭാഗമായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. എന്നിരുന്നാലും ചില ഹോസ്പിറ്റലുകളിൽ പ്രത്യേകം വിഭാഗങ്ങൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടാവും ഫ്രണ്ട് ഓഫീസിൽ കേട്ടോ. അപ്പോ റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്കിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ ഈസ് സ്റ്റോറേജ് ഓഫ് റിപ്പോർട്ട്സ് റിസീവ്ഡ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ്. വിവിധ വകുപ്പുകളിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടുകള് കളക്ട് ചെയ്ത് വെക്കുന്നു. ഓക്കെ. അതായത് രോഗിയുടെ പല പല റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്ത് വെക്കുന്നത് ഈ ഒരു ഡിസ്പാച്ച് റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക് ആണ്. ഓക്കെ. ദെൻ രണ്ടാമത്തെ പോയിന്റ് പ്രൊവൈഡ്സ് റിപ്പോർട്ട്സ് ഓൺ ദ ടൈം ടു ദ ക്ലയന്റ്. അതായത് റിപ്പോർട്ട് എപ്പോഴാണ് കിട്ടുന്നതെന്ന് ക്ലയന്റിനെ ഓർമ്മിപ്പിക്കുന്നു. ക്ലയന്റിന് സമയത്തെ കുറിച്ച് റിപ്പോർട്ട് നൽകുന്നു. ഇപ്പൊ ഒരു MRI എടുത്തെന്ന് വിചാരിക്കാം. ആ MRI കിട്ടുന്നത് രാവിലെ ആയിരിക്കാം പേഷ്യന്റ് വന്ന് MRI എടുത്തിട്ടുണ്ടാവുക, വൈകിട്ടായിരിക്കാം ചിലപ്പോൾ അത് കിട്ടുന്നത്. അപ്പൊ 4 മണിക്കാണ് ചിലപ്പോൾ ആ ഒരു റിപ്പോർട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പൊ ആ 4 മണിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പേഷ്യന്റിന് ഇൻഫോർമേഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് സമയത്തെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലയന്റിന് ഇൻഫോർമേഷൻ കൊടുക്കുന്നു. ദെൻ തേർഡ് പോയിന്റ്, മെയിൻറ്റെയിനിങ് റെക്കോർഡ് ഓഫ് ദ റിപ്പോർട്ട്സ് റിസീവ്ഡ് ആൻഡ് ഹാൻഡ് ഓവർ. ലഭിച്ച റിപ്പോർട്ടുകളുടെ റെക്കോർഡ് സൂക്ഷിക്കുകയും കൈമാറുകയും ചെയ്യുന്നു. ഓക്കെ. അതായത് പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നായിട്ട്, ഇപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് MRI എടുക്കുന്നത് അല്ലെ, അവിടെ നിന്ന് ചിലപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞു MRI എടുക്കുന്നത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. ഇപ്പൊ കാർഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു രോഗം വന്നിട്ടായിരിക്കും ഇപ്പൊ MRI എടുക്കുന്നത്. ആ MRI എടുത്തതിന് ശേഷം ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ ഈ ഒരു രോഗിക്ക് MRI സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യും, റിപ്പോർട്ട് അയക്കാണ് ഉണ്ടാവുക. അപ്പോ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം, റിപ്പോർട്ട് അയക്കാം. എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ. അപ്പോ വേണമെങ്കിൽ അത് അയക്കാം, അത് സൂക്ഷിച്ചിട്ട് എന്ത് ചെയ്യാം, അത് അങ്ങോട്ട് അയക്കാം. അല്ലെങ്കിൽ പേഷ്യന്റിന് തന്നെ എന്ത് ചെയ്യാം, ഹാൻഡ് ഓവർ ചെയ്യാവുന്നതാണ്. മിക്ക ഹോസ്പിറ്റൽ എന്ത് ചെയ്യില്ല, കളക്ട് ചെയ്ത് വെക്കില്ല. MRI എടുത്തു കഴിഞ്ഞാൽ പേഷ്യന്റിന് അവരെ കൊടുത്തയക്കുക ചെയ്യുന്നത്, കയ്യിൽ കൊടുത്തയക്കുക ചെയ്യുന്നത്. ചില കേസിൽ മാത്രമാണ് ഡിപ്പാർട്ട്മെന്റ് വൈസ് എന്ത് ചെയ്യുന്നത്, അത് ഫയലിൽ സൂക്ഷിച്ചു വെക്കുന്നത് കേട്ടോ. ഓക്കെ. ഇപ്പൊ സ്റ്റോറേജ് ഓഫ് റിപ്പോർട്ട്സ് റിസീവ്ഡ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ്, പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പോർട്ടുകൾ കളക്ട് ചെയ്യുന്നുണ്ട്. ദെൻ പ്രൊവൈഡ്സ് റിപ്പോർട്ട്സ് ഓൺ ദ ടൈം ടു ദ ക്ലയന്റ്, ക്ലയന്റിന് സമയത്തെ കുറിച്ചുള്ള റിപ്പോർട്ട് നൽകുന്നു. മെയിൻറ്റെയിനിങ് റെക്കോർഡ് ഓഫ് ദ റിപ്പോർട്ട്സ് റിസീവ്ഡ് ആൻഡ് ഹാൻഡ് ഓവർ, നേടിയ റിപ്പോർട്ടുകൾ എന്ത് ചെയ്തു, കളക്ട് ചെയ്ത് വെക്കുന്നു. വേണമെങ്കിൽ അത് പേഷ്യന്റിന് കൈമാറ്റം ചെയ്യുന്നു. ക്ലിയർ ആണോ? ഓക്കെ. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ കേട്ടോ, അത് അത്ര വലിയ ഇമ്പോർട്ടന്റ് ഒന്നും അല്ല. റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്ക്, റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക്, റോൾ ഓഫ് ഹെൽത്ത് റിസോഴ്സ് ഡെസ്ക്, ഈ 3 പേരുകളും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി കേട്ടോ. ഓക്കെ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ടൈമിംഗ് ഈസ് വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. ഓക്കെ. അപ്പൊ അതൊന്ന് അതിന്റെ സൈഡിലായിട്ട് എന്ത് ചെയ്യാ, ഇമ്പോർട്ടന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ. ദ ഫ്രണ്ട് ഓഫീസ് പ്രൊവൈഡ്സ് പേഷ്യന്റ് കെയർ റൗണ്ട് ദ ക്ലോക്ക് 24 hours സർവീസ്. ദ സ്റ്റാഫ് വർക്ക്സ് ഇൻ 3 ഷിഫ്റ്റ്. ഓക്കെ. ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് എന്ന് പറയുന്നത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഏരിയ ആണ്. അതായത് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത് 24 മണിക്കൂർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ആളുകളുടെ പ്രസൻസ് നമുക്ക് എപ്പോഴും കാണാനായിട്ട് സാധിക്കും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് 3 ഷിഫ്റ്റുകളിലായിട്ടാണ് ഉണ്ടാവുക. അപ്പൊ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തേ, എത്ര മണിക്കൂറാണ് ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് വർക്ക് ചെയ്യേണ്ടത്? ഒന്ന് കമന്റ് ചെയ്തേ, എത്ര മണിക്കൂറാണ് ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് പ്രവർത്തിക്കുന്നത്? എത്ര മണിക്കൂറാണ്? 8 hours അല്ലേ?
24 ഭാഗിച്ചാല് നമുക്ക് എന്ത് കിട്ടും? 3 ഭാഗിച്ചാല് 8 അവർ അല്ലെ, 8 മണിക്കൂർ എന്ന് കിട്ടും അല്ലെ. ഓക്കെ, അപ്പൊ ഇപ്പൊ രാവിലെ 7 മണിക്ക് ഒരാൾ ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞാൽ എത്ര മണിക്ക് അയാൾക്ക് ഇറങ്ങാനായിട്ട് പറ്റും? ആ ഷിഫ്റ്റ് എപ്പോഴാണ് അവസാനിക്കുന്നത്? എത്ര മണിക്കാ? കാൽക്കുലേറ്റ് ചെയ്ത് വേഗം കമന്റ് ചെയ്യും. 7 മണിക്ക് കയറി എത്ര മണിക്ക് ഇറങ്ങാം? എത്ര മണിക്ക് ഇറങ്ങാം? 7 മണിക്ക് കയറിയ ഒരാൾക്ക് എത്ര മണിക്ക് ഇറങ്ങാനായിട്ട് പറ്റും? ആ, ചിലവര് 2 ഇടുന്നുണ്ട്, ചിലവര് 3 ഇടുന്നുണ്ട്. 3 മണിക്ക് ഇറങ്ങാനാണ് പറ്റുക കേട്ടോ. 7 മണിക്ക് തുടങ്ങിയാല് 3 മണിക്ക് ഇറങ്ങാം അല്ലെ. ഇനി 3 മണിക്ക് കയറിയ ആളാണെങ്കിലോ എത്ര മണിക്ക് ഇറങ്ങാം? 3 മണിക്ക് കയറിയ ആളാണെങ്കിലോ 11 മണിക്ക് ഇറങ്ങാം അല്ലെ. ദെൻ 11 മണിക്ക് കയറിയ ആളാണെങ്കിൽ എത്ര മണിക്ക് ഇറങ്ങാം? പിറ്റേ ദിവസം 7 മണിയാകുമ്പോ ഇറങ്ങാം അല്ലെ. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഷിഫ്റ്റ് അവിടെ റൗണ്ട് ചെയ്യുന്നത് അല്ലെ. അപ്പോ സ്റ്റാഫ് വർക്ക് ചെയ്യുന്നത് 3 ഷിഫ്റ്റുകളിലാണ്. 8 മണിക്കൂറാണ് ഒരു സ്റ്റാഫിന്റെ ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. ഓക്കെ, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഏരിയയാണ്. പക്ഷെ പല സ്റ്റാഫുകളും പല ഷിഫ്റ്റുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് ഓർ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ്. ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് അഥവാ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റിന്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് വീണ്ടും. A hospital front office executive is a person who works in the hospital front office and manage various tasks. ഒരു ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് പേഴ്സൺ എന്ന് പറയുന്നത് അയാൾ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം ധാരാളം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? മാനേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, he or she is responsible for basic clerical tasks such as answering phones, greeting patients and visitors, and scheduling appointments in a professional and a timely manner. Most medical receptionists work in a physician office or dentist office, hospital or another medical facility. അവൻ അല്ലെങ്കിൽ അവൾ, അതായത് ഒന്നില്ലെങ്കിൽ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ഒന്നിൽ പുരുഷനോ അല്ലെങ്കിൽ സ്ത്രീയോ ആകാം. ഓക്കെ, അവര് കുറെ അധികം ടാസ്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? മാനേജ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? അവർ ഫോൺ കോൾസിന് ആൻസർ ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ പേഷ്യൻസിനെയും വിസിറ്റേഴ്സിനെയും ഗ്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറേയധികം, അതായത് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫിസിഷ്യൻ ഓഫീസിലോ അല്ലെങ്കിൽ ഒരു ഡെന്റിസ്റ്റിന്റെ ഓഫീസിലോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫെസിലിറ്റിയിലോ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. Okay, in smaller offices, medical receptionist will be responsible for both administrative and clinical duties. In largest office, they may only be responsible for administrative or clerical duties. The position is referred to as a medical office assistant, medical assistant, receptionist, or healthcare administrative profession. അതായത് ചെറിയ ചെറിയ ആശുപത്രികളൊക്കെ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ക്ലിനിക്ക് എടുക്കാം. അതായത് നിങ്ങളുടെ വീടിന്റെ ഒക്കെ അടുത്തുള്ള ചെറിയ ചെറിയ ക്ലിനിക്കുകളൊക്കെ ഉണ്ടാവില്ലേ? ക്ലിനിക്കുകളിലൊക്കെ റിസപ്ഷനിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് പല റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അവര് അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടിയും ക്ലിനിക്കൽ ഡ്യൂട്ടീസും ഒരുപോലെ ചെയ്യുന്നുണ്ട്. എവിടെ? ചെറിയ ചെറിയ ഹോസ്പിറ്റലുകളിലാണെങ്കിൽ. അതെങ്ങനെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടിയും ക്ലിനിക്കൽ ഡ്യൂട്ടിയും ഒരുമിച്ച് ചെയ്യുക? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞു ക്ലിനിക്കിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാല് അവിടെ ഡോക്ടറെ സഹായിക്കാനായിട്ട് ഒരാളെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. ആ ഒരാള് തന്നെയാണ് രോഗി വരുമ്പോൾ ചീട്ട് എടുത്തു കൊടുക്കുന്നതും, അതായത് ഫയൽ എടുത്തു കൊടുക്കുന്നതും, കൂടാതെ രോഗിയെ ഇഞ്ചക്ഷൻ ചെയ്യുന്നതും. ഓക്കെ, ഇഞ്ചക്ഷൻ എടുക്കാം, അല്ലെങ്കിൽ രോഗിക്ക് ഡ്രിപ്പ് കൊടുക്കാം. ഇതൊക്കെ ചെയ്യുന്നത് ആരെ തന്നെയാ? ഈ റിസപ്ഷനിസ്റ്റ് തന്നെയാണ്. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ പറയുന്നത് എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടിയും ചെയ്യുന്നുണ്ട്, ക്ലിനിക്കൽ ഡ്യൂട്ടിയും ചെയ്യുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫയൽ എടുത്തു കൊടുക്കുക അല്ലെ. അതായത് രോഗിയെ ഡോക്ടറുടെ റൂമിൽ എന്ത് ചെയ്യുക? ആനയിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളും. കൂടാതെ ഡോക്ടറുടെ കൺസൾട്ടേഷന് ശേഷം ചിലപ്പോൾ രോഗിക്ക് ട്രിപ്പ് ഇടാനുണ്ടാകും, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ഉണ്ടാവും, ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുണ്ടാവും. ഇതൊക്കെ ചെയ്യുന്നത് ആര് തന്നെയാണ്? ഒരു ആള് തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് രണ്ട് റോൾ എന്ത് ചെയ്യുന്നുണ്ട്? ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഈ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്ന വ്യക്തി രണ്ട് റോളുകളും കൈകാര്യം ചെയ്യുന്നുണ്ട്.
ക്ലിയർ ആയോ? നിങ്ങൾ പറഞ്ഞത് ക്ലിയർ ആയോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ വ്യക്തിയെ കണ്ടിട്ടുണ്ടോ? രണ്ട് കാര്യങ്ങളും ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് അല്ലെ? ചെറിയ ചെറിയ ക്ലിനിക്കുകളിൽ നമുക്ക് ഇവരെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി വലിയ ഹോസ്പിറ്റലുകളിലാണെങ്കിൽ എന്താണ് അവിടെ റിസപ്ഷനിസ്റ്റിന്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ക്ലറിക്കൽ ഡ്യൂട്ടീസ് ചെയ്യാനാണ്. അതായത് ഓഫീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ആ ഒരു റിസപ്ഷനിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നത്. ക്ലിനിക്കൽ ഡ്യൂട്ടീസ് ചെയ്യാൻ അവിടെ നഴ്സുമാരുണ്ട്, കൂടാതെ വേറെ അസിസ്റ്റന്റുമാരൊക്കെ ഉണ്ടാവും. അപ്പോ ഈ വലിയ ഹോസ്പിറ്റലിലെ റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഫയൽ എടുത്തു കൊടുക്കുക, അതുപോലെ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് അതിനകത്ത് വരുന്നത് കേട്ടോ. ഇനി ഈ മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെ നമുക്ക് എന്തൊക്കെ പേരിൽ വിളിക്കാം? അതായത് ഈ ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന സ്റ്റാഫിനെ നമുക്ക് പല പേരുകളിലായിട്ട് വിളിക്കാം അല്ലെ? ഒന്ന് മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റ്, അണ്ടർലൈൻ ചെയ്ത് പോവാട്ടോ. ഒന്നാമത്തെ പേരെന്ന് പറയുന്നത് മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റ് എന്നാണ്. രണ്ടാമത്തെ പേരെന്ന് പറയുന്നത് മെഡിക്കൽ അസിസ്റ്റന്റ് എന്നാണ്. ദെൻ മൂന്നാമത്തേത് റിസപ്ഷനിസ്റ്റ് എന്നാണ്. ദെൻ നാലാമത്തേത് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷൻ, അങ്ങനെയും എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും പേരുകളിലാണ് ആരറിയപ്പെടുക? ഈ ഒരു ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന സ്റ്റാഫ് അറിയപ്പെടുക. അപ്പോ ഈ ഒരു പാരാഗ്രാഫിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്മോളർ ഓഫീസുകൾ അല്ലെങ്കിൽ സ്മോൾ ഹോസ്പിറ്റലുകളാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസും ക്ലിനിക്കൽ ഡ്യൂട്ടീസും ഒരുമിച്ച് ചെയ്യുന്നു. ലാർജസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടി മാത്രമാണ് ഈ ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് മെയിൻ ജോബ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിലേക്ക് വരാം കേട്ടോ. ഒരു ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫിന്റെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും എന്തൊക്കെയാണെന്നാണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നിരുന്നാലും കുറെ അധികം ഇങ്ങനെ തുടർച്ച വരുന്നുണ്ട്, കണ്ടിന്യൂഷൻ വരുന്നുണ്ട് അതിന് കേട്ടോ. ചിലപ്പോ വായിക്കുമ്പോ ഒരു എന്താ പറയാ, പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ മിസ് പറയുന്നതെന്നൊരു തോന്നൽ വരാം. പക്ഷെ നമുക്കിത് എന്തായാലും അത് വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പൊ എന്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം, അത് വായിച്ചു പോവാ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വെൽക്കം ആൻഡ് ഗ്രീറ്റ്സ് ഓൾ പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ് പേഴ്സണലി ഓർ ഓവർ ദ ഫോൺ. എല്ലാ രോഗികളെയും സന്ദർശകരെയും നേരിട്ടോ ഫോണിലൂടെയോ വെൽക്കം ചെയ്യുക, ഗ്രീറ്റ് ചെയ്യുക. ഓക്കെ, ഒന്നില്ലെങ്കിൽ രോഗി ഡയറക്റ്റ് വരുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് വെൽക്കം ചെയ്യാം, അല്ലെങ്കിൽ ഫോണിലൂടെയാണ് രോഗി വിളിക്കുന്നതെങ്കിൽ ഫോണിലൂടെ എന്ത് ചെയ്യുന്നു, രോഗിയെ വെൽക്കം ചെയ്യുന്നു. അതാണ് ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി. ദെൻ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല് ദ റിസപ്ഷനിസ്റ്റ് ഈവൻ ഇഫ് യു ക്യാൻ വെർബലി ഗ്രീറ്റ് ദ പേഷ്യന്റ്, ഗെറ്റിംഗ് ഐ കോണ്ടാക്ട് വിത്ത് ദം lets them know you are aware of their presence and will get to them as soon as possible. ഒരു റിസപ്ഷനിസ്റ്റിന് വാക്കാൽ, അതായത് വെർബലി ഒരു രോഗിയെ ഗ്രീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിൽ, അയാളോട് സംസാരിക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ ഐ കോണ്ടാക്റ്റിലൂടെ അവരോട് ഇന്ററാക്ഷൻ നടത്തണം. ഓക്കെ, ഐ കോണ്ടാക്റ്റിലൂടെ ഇന്ററാക്ഷൻ നടത്തണം. ഇത് രോഗിക്ക് ഒരു തോന്നൽ ഉണ്ടാവും, ഇങ്ങനെ ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്തുകൊണ്ടാണ് അവരോട് ഇന്ററാക്ഷൻ നടത്തുന്നതെങ്കിൽ അവരുടെ സാന്നിധ്യത്തെ കുറിച്ച് നിങ്ങൾക്കറിയാമെന്നുള്ളൊരു ബോധ്യം രോഗിയിൽ ഉണ്ടാകും. ഓക്കെ, ചിലവരുണ്ട് ഇപ്പൊ സംസാരിക്കാൻ വയ്യാത്ത പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവര് വരുമ്പോൾ നമ്മൾ അവരോട് ഇന്ററാക്ഷൻ, അതായത് ഐ കോണ്ടാക്ട് വഴി ഇന്ററാക്ഷൻ നടത്തിയില്ലെങ്കിൽ അവർക്കൊരു തോന്നൽ ഉണ്ടാവും, ഇവരെന്നെ ശ്രദ്ധിക്കുന്നില്ല, എനിക്ക് സംസാരിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ പറയുന്നതോ അല്ലെങ്കിൽ ഞാൻ ആക്ഷൻ കാണിക്കുന്നതോ ഒന്നും ഇവരെ കാര്യമാക്കുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടാകും. അപ്പൊ ആ ഒരു തോന്നൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്ത് അവരോട് ഇന്ററാക്ട് ചെയ്യണം, ചില ആക്ഷൻസ് ഒക്കെ കാണിക്കാൻ വേണമെങ്കിൽ. അപ്പൊ അങ്ങനെ കാണിക്കുമ്പോൾ ഇവർക്കൊരു തോന്നൽ ഉണ്ടാകും, അവരുടെ പ്രസൻസ് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പോ അതെന്തായാലും കീപ്പ് ചെയ്യണം. സംസാരിക്കാൻ വയ്യാത്ത ഏതെങ്കിലും ഒരു പേഷ്യൻസ് വന്നു കഴിഞ്ഞാല് അവരെന്ത് ചെയ്യരുത്, ശ്രദ്ധിക്കാതിരിക്കരുത്, ഐ കോണ്ടാക്റ്റിലൂടെ എന്ത് ചെയ്യണം, അവരോട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ രണ്ട് പോയിന്റും ക്ലിയർ ആണോ? രണ്ട് പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് റെസ്പോണ്ട് ടു എൻക്വയറീസ് ബൈ പേഷ്യൻസ്, prospective patients and visitors in a courteous manner.
പേഷ്യൻസിനോടായാലും വിസിറ്റേഴ്സിനോടായാലും മാന്യമായ രീതിയിൽ പ്രതികരിക്കുക. മാന്യമായ രീതിയിൽ എന്ത് ചെയ്യുക? വിനയത്തോടു കൂടി റെസ്പോണ്ട് ചെയ്യുക. നാലാമത്തെ പോയിന്റ്, രജിസ്റ്റർ ന്യൂ പേഷ്യൻസ് അക്കോർഡിംഗ് ടു എസ്റ്റാബ്ലിഷ്ഡ് പ്രോട്ടോകോൾസ്. പോളിസികൾ അനുസരിച്ച് രോഗികളെ രജിസ്റ്റർ ചെയ്യുക. ഓരോ ഹോസ്പിറ്റലിനും ഓരോ പോളിസികൾ ഉണ്ടാവും. ആ പോളിസിയുടെ ബേസിലായിരിക്കും രോഗികൾ എന്ത് ചെയ്യുന്നത്? രജിസ്ട്രേഷൻ നടത്തുന്നത്. അപ്പൊ ആ ഹോസ്പിറ്റലിലെ പോളിസി എന്താണോ അതനുസരിച്ച് എന്ത് ചെയ്യണം? രോഗിയെ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. അഞ്ചാമത്തെ പോയിന്റ്, രജിസ്റ്റർ ന്യൂ പേഷ്യൻസ് ആൻഡ് അപ്ഡേറ്റ്സ് എക്സിസ്റ്റിംഗ് പേഷ്യന്റ് ഡെമോഗ്രാഫിക്സ് ബൈ കളക്ടിംഗ് ഡീറ്റെയിൽഡ് പേഷ്യന്റ് ഇൻഫോർമേഷൻ ദാറ്റ് ഇൻക്ലൂഡ്സ് പേഴ്സണൽ ആൻഡ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ. പുതിയ രോഗികളെ ബേസിക് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുക. പുതിയ രോഗികൾ വരുമ്പോൾ അവരുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഏതൊക്കെയാ വരുന്നത്? നെയിം, അഡ്രസ്, ഫോൺ നമ്പർ തുടങ്ങിയ വിവരങ്ങള് കളക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം? അവരെ രജിസ്റ്റർ ചെയ്യുക. നിലവിലുള്ള രോഗികളുടെ, അതായത് ഹോസ്പിറ്റലില് നിലവിൽ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന രോഗിയുടെ വിവരങ്ങളില് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യുക. ഇപ്പൊ നിലവില് ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് അവരുടെ ചിലപ്പോ അഡ്രസ്സോ അല്ലെങ്കിൽ അവരുടെ ഫോൺ നമ്പറിലോ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ആ ഒരു കാര്യങ്ങള് സിസ്റ്റത്തില് എൻ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യാം? അത് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോ പുതിയ പേഷ്യൻസിന്റെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയതിനു ശേഷം അത് എന്ത് ചെയ്യാം? അത് ഒരു സെക്കൻഡ് കേട്ടോ. നിങ്ങൾക്ക് നോട്ട് കാണുന്നുണ്ടോ? ഒന്ന് കമന്റ് ചെയ്ത്. നോട്ട് കാണുന്നുണ്ടോ ആർക്കെങ്കിലും? ഇല്ലല്ലേ? ഒരു സെക്കൻഡേ. ഓക്കെ. അപ്പൊ നമുക്ക് തിരിച്ചു വരാം അല്ലെ? ഞാൻ പറഞ്ഞതായിരുന്നു, പുതിയ രോഗികളെ ബേസിക് ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് അവരെ രജിസ്റ്റർ ചെയ്യുക. ഇനി നിലവിലുള്ള രോഗികൾ, അവിടെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന രോഗികളാണെങ്കിൽ അവരുടെ അഡ്രസ്സിലോ ഫോൺ നമ്പറിലോ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അത് റിസപ്ഷനിസ്റ്റ് എന്ത് ചെയ്യണം? ചോദിച്ച് മനസ്സിലാക്കിയിട്ട് സിസ്റ്റത്തിൽ എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്യണം. അതുകൂടാതെ രോഗിയുടെ വ്യക്തിപരവും സാമ്പത്തികവുമായ വിവരങ്ങൾ ഉൾപ്പെടെ എല്ലാത്തരം വിവരങ്ങളും എന്ത് ചെയ്യണം? ശേഖരിച്ചു വെക്കണം. ബേസിക് ഡീറ്റെയിൽസ് ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ വരുമാനം, ഇൻകം എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യം, ആനുവൽ ഇൻകം എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് അത് എന്ത് ചെയ്യണം? അത് കളക്ട് ചെയ്ത് അത് എൻറ്റർ ചെയ്ത് വെക്കേണ്ടതാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, സിക്സ്ത് പോയിന്റ് കേട്ടോ. Assist patients to complete all necessary forms and documentation, including medical insurance. മെഡിക്കൽ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ആവശ്യമായ എല്ലാ ഫോമുകളും ഡോക്യുമെന്റേഷനും പൂർത്തിയാക്കാൻ രോഗികളെ സഹായിക്കുക. ഓക്കെ. ചില ഹോസ്പിറ്റലുകളിൽ ചില ആളുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഫോം ഒക്കെ ഫില്ല് ചെയ്യാനായിട്ട് അറിയാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. ഇപ്പൊ ഇൻഷുറൻസിന്റെ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ആണെങ്കിൽ അതും ചില ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോ അങ്ങനെ വരുമ്പോൾ ആ ഫോം ഒക്കെ ഫില്ല് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? സഹായം ചെയ്യുക. ഓക്കെ. ഇപ്പൊ മെഡിക്കൽ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള എല്ലാത്തരം വിവരങ്ങളും കളക്ട് ചെയ്ത് അല്ലെങ്കിൽ അത് രോഗിയെ അത് ഫില്ല് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? അവരെ ഒന്ന് സഹായിക്കുക. Then next point,
ensure patients to complete all necessary forms and documentation include medical insurance. അതുപോലെ തന്നെ ഈ ഒരു മെഡിക്കൽ ഇൻഷുറൻസിന്റെ, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രോഗി ഫില്ല് ചെയ്തതിന് ശേഷം അത് കംപ്ലീറ്റ് ആണോ എന്ന് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക, ഉറപ്പുവരുത്തുക. ഓക്കെ, ഇവര് കൃത്യമായിട്ട് എല്ലാ വിവരങ്ങളും ആ ഒരു ഫോമിൽ എഴുതിയിട്ടുണ്ടോ, എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തേണ്ടതും ഈ ഒരു റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടിയാണ്. Then next point, ensure patient's information is accurate including billing information. Billing information, billing വിവരങ്ങൾ ഉൾപ്പെടെയുള്ള രോഗിയുടെ വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അതായത് രോഗിയുടെ ബില്ല് ചിലപ്പോൾ എമൗണ്ട് എത്രയായി, അല്ലെങ്കിൽ ചിലപ്പോൾ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ബില്ല് വിവരങ്ങൾ ഉണ്ടാകും. ദെൻ അതുപോലെ തന്നെ രോഗി കൺസൾട്ടേഷന് വേണ്ടി അടിച്ച ഫീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ കറക്റ്റ് ആണോ എന്ന് എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തേണ്ട ആവശ്യം മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന് ഉണ്ട്. ഓക്കെ, then inform patients of medical office procedures and policy. ഒരു ഹോസ്പിറ്റലിന്റെ പ്രൊസീജിയേഴ്സിനെ കുറിച്ചും പോളിസിയെ കുറിച്ചും പേഷ്യന്റിന് ഇൻഫോർമേഷൻ കൊടുക്കുക. പേഷ്യന്റ് വരുമ്പോൾ തന്നെ പറയുക, ഈ ഹോസ്പിറ്റലിൽ ഇന്ന പോലെയുള്ള നടപടികളാണ്, നടപടിക്രമങ്ങളാണ്, അല്ലെങ്കിൽ ഇന്ന പോളിസികളാണ് ഫോളോ ചെയ്യുന്നതെന്ന് എന്ത് ചെയ്യുക, രോഗിയോട് ഓപ്പൺ ആയിട്ട് എന്ത് ചെയ്യുക, പറയുക. ഓക്കെ, then next, maintain and manage patient records. രോഗിയുടെ റെക്കോർഡുകള് മെയിൻറ്റെയിൻ ചെയ്യുകയും അതുപോലെ തന്നെ മാനേജ് ചെയ്യുകയും ചെയ്യുക, അത് കൈകാര്യം ചെയ്യുക. രോഗിയുടെ മെഡിക്കൽ റെക്കോർഡ് എന്ത് ചെയ്യണം, കൈകാര്യം ചെയ്യേണ്ടത് ആരാണ്, റിസപ്ഷനിസ്റ്റ് ആണ്, അല്ലെ? ഓക്കെ, then move patients through appointments as scheduled. അതായത് അപ്പോയിന്റ്മെന്റ്സ്, മുൻകൂട്ടി എടുത്തിട്ടുള്ള അപ്പോയിന്റ്മെന്റുകൾ പ്രകാരം രോഗിയെ ഡോക്ടറുടെ അടുത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കുക. കേട്ടോ, അതായത് അപ്പോയിന്റ്മെന്റ് വഴിയാണല്ലോ എന്ത് ചെയ്യുന്നത്, ഓരോ രോഗി എന്ത് ചെയ്യുന്നത്, ഡോക്ടറെ കാണാനായിട്ട് വരുന്നത് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടാണ് വരുന്നത്, അല്ലെ? എന്നാൽ മാത്രമാണ് എന്ത് ചെയ്യുക, കറക്റ്റ് സമയത്ത് രോഗികൾ എന്ത് ചെയ്യുക, ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂമിലേക്ക് മൂവ് ചെയ്യിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അപ്പോയിന്റ്മെന്റുകൾ എടുത്ത ആ ഒരു സമയത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, രോഗിയെ ഡോക്ടറുടെ റൂമിലേക്ക് എന്ത് ചെയ്യുക, കൊണ്ടുപോകുക. അതാണ് മൂവ് പേഷ്യൻസ് ത്രൂ അപ്പോയിന്റ്മെന്റ്സ് ആസ് ഷെഡ്യൂൾഡ് എന്ന് പറയുന്നത്. The next point, facilitate patient flow by notifying the provider the patient's arrival, being aware of delays and communicating with patients and clinical staff. Okay, അതായത് പേഷ്യന്റ് ഫ്ലോ, അതായത് പേഷ്യന്റ് ഇത്ര പേര് ഇവിടെ വെയിറ്റിംഗ് ആണെന്ന് ഡോക്ടറെ അറിയിക്കുക. പ്രൊവൈഡർ എന്ന് പറയുന്നത് ഇവിടെ ഡോക്ടറാണ് കേട്ടോ. ഓക്കെ, എത്ര പേഷ്യന്റ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഡോക്ടറിന് ഇൻഫോർമേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും താമസങ്ങളോ, രോഗി വരാനായിട്ട് ഇപ്പൊ ഒരു രോഗിയില്ല, അടുത്ത രോഗിയാണ് വരുന്നതെങ്കിൽ അതിന്റെ ഇൻഫോർമേഷൻ എന്ത് ചെയ്യുക, ആ വൈകുന്നതിന്റെ കാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഡോക്ടറിനെ അറിയിക്കുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഒരു റിലേഷൻ, അതായത് രോഗികളുമായും ക്ലിനിക്കൽ സ്റ്റാഫുകളുമായും കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിലൂടെ രോഗിക്ക് കൂടുതൽ സൗകര്യം ഒരുക്കി കൊടുക്കുക. ഓക്കെ, അതായത് എന്ത് ചെയ്യണം, ഈ പേഷ്യൻസ് ധാരാളം വെയിറ്റ് ചെയ്യുമ്പോൾ എന്താണ്, അതായത് കൂടുതൽ തിരക്കുള്ള ഒരു സാഹചര്യത്തിലൊക്കെ ആണെങ്കിൽ എപ്പോഴും ഡോക്ടറുടെ റൂമിൽ ഇരിക്കുന്ന ഒരു ക്ലിനിക്കൽ സ്റ്റാഫായിട്ട് അല്ലെങ്കിൽ മറ്റ് സ്റ്റാഫുകളുമായിട്ടൊക്കെ എന്ത് ചെയ്യണം, ഒരു കമ്മ്യൂണിക്കേഷൻ റിസപ്ഷനിസ്റ്റിന് ആവശ്യമാണ്. എന്നാൽ മാത്രമേ പേഷ്യന്റിനെ യഥാക്രമം രോഗിയെ കാണിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇക്കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഓക്കെ, ഓരോ രോഗിയും ഇത്ര 60 ടോക്കൺ ഡോക്ടർ എടുത്തിട്ട്, ഡോക്ടറിലേക്ക് ഒരു 60 ടോക്കൺ ആണ് പേഷ്യൻസിന്റെ ടോക്കൺ എങ്കിൽ 60 പേരാണ് മൊത്തം കാണാനായിട്ട് വന്നിട്ടുള്ളതെങ്കിൽ എത്ര ടോക്കൺ ആയിരുന്നു എന്ത് ചെയ്യണം, ഡോക്ടറെ അറിയിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്, റിസപ്ഷനിസ്റ്റിന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, the next point, answer incoming calls and deal with enquiries, access the phone while maintaining polite, consistent phone manner using proper telephone etiquette. അതായത് ഇൻകമിംഗ് കോളുകൾ ശരിയായ രീതിയിൽ ഡീൽ ചെയ്യുക, നന്നായിട്ട് സംസാരിക്കുക എന്നാണ് അർത്ഥം. ഫോൺ കോൾസ് ഒക്കെ വരുമ്പോൾ അവരോട് മാന്യമായിട്ട് സംസാരിക്കുക, എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യാം, പെരുമാറാനായിട്ട് നോക്കുക. ടെലിഫോൺ മര്യാദകൾ പാലിച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ, അവരോട് സംസാരിക്കാനായിട്ട്. ഓക്കെ, then
അടുത്ത പോയിന്റ് ട്രാൻസ്ഫർ കോൾ ആസ് റിക്വയർഡ്. ആവശ്യമെങ്കിൽ കോള് ട്രാൻസ്ഫർ ചെയ്യുക. ഇപ്പൊ നിങ്ങളൊക്കെ ഒരു ഹോസ്പിറ്റലൊക്കെ വിളിച്ചു കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങൾക്ക് കണ്ണിന്റെ ഡോക്ടറെയാണ് കാണിക്കേണ്ടതെന്ന് വിചാരിക്കുക. നിങ്ങൾ മെയിൻ റിസപ്ഷനിലേക്കായിരിക്കുമല്ലോ ആദ്യം വിളിക്കുന്നേ. അപ്പൊ അവര് എന്ത് പറയും നിങ്ങളോട്? ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഞാനൊന്ന് കോൾ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യട്ടെ എന്ന് പറയില്ലേ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ആരോടെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് കോൾ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കണക്ട് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ? അതിനെയാണ് എന്ത് പറയുന്നത്? ട്രാൻസ്ഫർ കോൾസ് എന്ന് പറയുന്നത് കേട്ടോ. അത് ചെയ്യുന്നത് ആരാണ്? ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന വ്യക്തിയാണ്. ഓക്കെ. ദെൻ കളക്ട് കോപ്പേസ് ആൻഡ് പേയ്മെന്റ്സ്. എന്താണ് ഈ കോപ്പേസ് ആൻഡ് പേയ്മെന്റ്സ് എന്ന് പറയുന്നത്? ഒന്ന് കമന്റ് ചെയ്തേ. കോപ്പേസ് ആൻഡ് പേയ്മെന്റ്സ് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? അറിയാമോ? കോപ്പേസ് ആൻഡ് പേയ്മെന്റ്സ്. പേയ്മെന്റ്സ് എന്താണ്? പേയ്മെന്റ്സ് എന്താണ്? ക്യാഷ് ഓർ ജിപേ ആയിരിക്കും അല്ലെ പേയ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ കോപ്പേസ് എന്താണ്? കോപ്പേസ് എന്താ? കോപ്പേസ് എന്ന് പറയുന്നതേ നമ്മുടെ ഇൻഷുറൻസിന്റെ ഇതുമായി ബന്ധപ്പെട്ടതാണ്. അതായത് കോപ്പേ ക്ലെയിം എന്ന് പറയുന്ന ഒരു ക്ലെയിം ഉണ്ട്. അതായത് നമ്മളൊരു ഇൻഷുറൻസിന്റെ ഇതില് അംഗമായാൽ, മെമ്പർ ആയി കഴിഞ്ഞാല് ചില ഇൻഷുറൻസ് കമ്പനികള് മൊത്തമായിട്ട് നമ്മുടെ എമൗണ്ട്, നമുക്ക് ചെലവാകുന്ന തുക ഒരു മൊത്തമായിട്ട് അടയ്ക്കില്ല. ഓക്കെ. അതായത് കുറച്ച് പെർസെന്റേജ് മാത്രം അവരടച്ചിട്ട് ബാക്കിയുള്ള പെർസെന്റേജ് നമ്മളാണ് അടയ്ക്കുക. അതിനാണ് കോർപ്പറേറ്റ് ക്ലെയിംസ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഇപ്പൊ ഒരു രോഗിക്ക് ട്രീറ്റ്മെന്റിന് 100 രൂപയാണ് ആകുന്നതെങ്കിൽ 80 രൂപ ഇൻഷുറൻസ് കമ്പനി അടയ്ക്കും, ബാക്കി 20 രൂപ നമ്മൾ കയ്യിൽ നിന്നെടുത്ത് എന്ത് ചെയ്യണം? കൊടുക്കണം. ഇതിനാണ് കോപ്പേസ് ക്ലെയിം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കോപ്പേസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് കളക്ട് ചെയ്യുന്നതും പേയ്മെന്റ് ഒക്കെ കളക്ട് ചെയ്യുന്നതും ആര് തന്നെയാണ്? മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആണ്. ക്ലിയർ ആയോ? കോപ്പേസ് എന്താണെന്ന് മനസ്സിലായോ? ക്ലിയർ ആണോ? കോപ്പേസ് മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആയി. Then next one, report statistics are required. അതായത് സ്ഥിതി വിവര കണക്കുകളുണ്ട്. അതായത് ടോട്ടൽ ആയിട്ട് അവിടെ വന്ന പേഷ്യൻസിന്റെ എണ്ണം, അതുപോലെ തന്നെ അവര് കളക്ട് ചെയ്ത എമൗണ്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലോസിംഗ് സമയത്ത് എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇതാണ് പറയുന്നത് കേട്ടോ. Then next point, schedule hospital admission, test, scan and outside appointments for patient. പേഷ്യന്റിന്റെ ഹോസ്പിറ്റൽ അഡ്മിഷൻ, അതുപോലെ തന്നെ ടെസ്റ്റുകള്, സ്കാനുകൾ ഉണ്ടെങ്കിൽ അത്, ഇനി പുറത്തുനിന്നുള്ള അപ്പോയിന്റ്മെന്റ്സ്, അതായത് പുറത്തുനിന്നുള്ള ഡോക്ടേഴ്സ് വന്നിട്ട് രോഗികളെ നോക്കുന്നത്, അതിന്റെ അപ്പോയിന്റ്മെന്റ്സ്, അതൊക്കെ എന്ത് ചെയ്യുക? ഷെഡ്യൂള് ചെയ്യുക. അതൊക്കെ എന്ത് ചെയ്യുക? അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ചില ഹോസ്പിറ്റലുകളിൽ ചില ഡോക്ടേഴ്സ് അവൈലബിൾ ആയിരിക്കില്ല. പുറത്തുനിന്ന് എന്ത് വരും? ഡോക്ടർ വന്നിട്ട് രോഗികളെ കൺസൾട്ട് ചെയ്യും. അപ്പൊ അതിനുള്ള അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് ആരാണ്? ഈ ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആണ്. The next point, obtain external medical reports as required by medical professionals. അതുപോലെ തന്നെ ചില ഡോക്ടേഴ്സ് ചില ടെസ്റ്റുകളൊക്കെ എഴുതി കൊടുക്കുമ്പോൾ അത് ഹോസ്പിറ്റലുകളിൽ ഉണ്ടായിരിക്കണം എന്നില്ല. പുറത്തു നിന്നാണ് എന്ത് ചെയ്യുന്നത്? ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട് കളക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും ആര് ചെയ്തു കൊടുക്കുന്നുണ്ട്? റിസപ്ഷനിസ്റ്റ് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതായത് പുറത്തു നിന്നുള്ള ടെസ്റ്റുകളുടെയും മറ്റും റിസൾട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്? കളക്ട് ചെയ്ത് ഡോക്ടർക്ക് കൈമാറും. ഓക്കെ. Then another point, respond and comply to request for information. അതായത് എന്തെങ്കിലും എന്താ പറയുക? പ്രതികരിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. എന്തെങ്കിലും റിക്വസ്റ്റുകളോ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് ഒക്കെ അറിയാവുന്നുണ്ടെങ്കിൽ അതിനൊക്കെ എന്ത് ചെയ്യുക? റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ. Then deal with the incoming and outgoing post. ഡീൽ വിത്ത് ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് പോസ്റ്റ് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് ഇവിടെ? എന്താണെന്ന് കമന്റ് ചെയ്തേ. ഡീൽ വിത്ത് ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് പോസ്റ്റ് എന്താ ഉദ്ദേശിക്കുന്നത് ഇവിടെ? കമന്റ് ചെയ്തേ വേഗം ഒന്ന്. സോർണോ അറിയില്ല ആർക്കും? ഡീൽ വിത്ത് ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് പോസ്റ്റ്. അതായത് ഇമെയിലിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇമെയിൽ സന്ദേശങ്ങളെയാണ്. ഇങ്ങോട്ട് വരുന്ന ഇൻകമിങ്, അതായത് ഇമെയിൽ സന്ദേശങ്ങളും അങ്ങോട്ട്, അതായത് സെൻഡ് ചെയ്യുന്ന ഇമെയിൽ സന്ദേശങ്ങളും എന്ത് ചെയ്യുക? കൈകാര്യം ചെയ്യുക. അതായത് അങ്ങോട്ട് എന്തെങ്കിലും ഇമെയിൽ സന്ദേശങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുക. ഇതിൽ അയക്കാനുണ്ടെങ്കിൽ അത് സെൻഡ് ചെയ്യേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്?
മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, then complete other clerical duties as assigned. ഇനി അടുത്തതെന്ന് പറയുന്നത് മറ്റ് ക്ലറിക്കൽ ആവശ്യങ്ങൾ, അതായത് വേറെ എന്തെങ്കിലും ക്ലറിക്കൽ ഡ്യൂട്ടീസ് റിസപ്ഷനിസ്റ്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുക, ചെയ്ത് തീർക്കുക. Then another one, maintain stock of forms and keep medical office supply adequately stocked by expecting inventory needs, placing orders and monitoring office equipment. ഓക്കെ, അതായത് സ്റ്റോക്ക് ഫോമുകൾ എന്ത് ചെയ്യാം, കളക്ട് ചെയ്ത് വെക്കുക. കൂടാതെ മെഡിക്കൽ ഓഫീസ് സപ്ലൈകൾ ഉണ്ട്, ഉപകരണങ്ങളുണ്ട്, അതിന്റെയൊക്കെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഇൻവെന്ററി നീഡ്സ് എന്ന് പറഞ്ഞാൽ ചരക്കുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഉപകരണങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്യുക. അതൊക്കെ ശരിയായിട്ടുള്ള ഓർഡറിലായിട്ടാണോ ഇരിക്കുന്നത്. ഇപ്പൊ ഓഫീസിൽ അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിലുമായി ബന്ധപ്പെട്ട് ചെയർ അല്ലെങ്കിൽ ടേബിള് അല്ലെങ്കിൽ ഓരോ വസ്തുക്കൾ ഇരിക്കുന്ന ഓരോ സ്ഥലങ്ങളുണ്ടല്ലോ, അതൊക്കെ ശരിയായിട്ടുള്ള സ്ഥലങ്ങളിൽ തന്നെയാണോ ഇരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യുക, അതിനെ ഒന്ന് നിരീക്ഷിക്കുക. ഓഫീസ് എക്യുപ്മെന്റ് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആര് തന്നെയാണ്, മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആണ്. അപ്പോൾ സ്റ്റോക്ക് ഫോമുകൾ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. ഓഫീസ് സപ്ലൈസ് ഉപകരണങ്ങൾ എന്ത് ചെയ്യുക, അതും ചെക്ക് ചെയ്യുക. കൂടാതെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ചരക്കുകളും സാധനങ്ങളും അവിടെയുള്ള എല്ലാ വസ്തുക്കളും നിരീക്ഷിക്കുകയും അതിന്റെ സ്ഥാനം ശരിയായിട്ടുള്ള ഓർഡറിലാണെന്ന് പരിശോധിക്കുകയും ചെയ്യേണ്ടത് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആണ്. The next point, ensure that the reception areas is well maintained, neat and clean. റിസപ്ഷൻ ഏരിയ വൃത്തിയുള്ളതാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും ആരാണ്, മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആണ്. എന്താ പറയാ, അവിടെ എന്താണ് പറയാ, ഹൗസ് കീപ്പിംഗ് ഉണ്ടല്ലോ, അതായത് ഇവിടെ വൃത്തിയാക്കാനായിട്ട് ഓരോ ആളുകളെയൊക്കെ നിർത്തിയിട്ടുണ്ടാവുമല്ലോ. അപ്പോ അവരെ കൊണ്ട് എന്ത് ചെയ്യുക, ആ ഏരിയ വൃത്തിയാക്കിപ്പിക്കാനായിട്ടൊക്കെ എന്ത് ചെയ്യണം, ശ്രമിക്കേണ്ടതും ആര് തന്നെയാണ്, മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആണ്. ദെൻ അവിടെ ലാസ്റ്റ് പോയിന്റ് വരുന്നത് സേഫ് ഗാർഡ് പേഷ്യന്റ് പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. Protect patient confidentiality, making sure that protected health information is secured by not leaving PHI in plain sight and logging off the computer before leaving it unattached. Okay, അതായത് പേഷ്യന്റിന്റെ വിവരങ്ങള്, രോഗിയുടെ പ്രൈവസിയും കോൺഫിഡൻഷ്യാലിറ്റിയും സംരക്ഷിക്കുക. രോഗിയുടെ രഹസ്യ സ്വഭാവം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണത്. ഇവിടെ പറയുന്നതെന്ന് വെച്ചാല്, പേഷ്യന്റ് ആദ്യമേ തുടങ്ങി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പേഷ്യന്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടി എന്ത് ചെയ്യാൻ പാടില്ല, ആക്സസ് ചെയ്യാനായിട്ട് പാടില്ല. ആക്സസ് ചെയ്യാൻ പറ്റാത്തക്ക രീതിയിൽ എന്ത് ചെയ്യുന്നു, CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് അത് സേഫ് ഗാർഡ് ചെയ്ത് സംരക്ഷിച്ചു വെക്കുന്നത്, അല്ലെ. അപ്പൊ പേഷ്യന്റിന്റെ ഇൻഫോർമേഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയറിലായിരിക്കും. അങ്ങനെ സോഫ്റ്റ്വെയറിൽ നമ്മൾ ഈ ഒരു സംഭവങ്ങൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ആ ഒരു ചെയറിൽ നിന്ന് നമ്മൾ എണീറ്റ് പോകുന്നതിന് മുമ്പായിട്ട് ആ ഒരു എന്ത് ചെയ്യണം, ആ ഒരു സൈറ്റ് ലോഗ് ഓഫ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ എണീറ്റ് പോകാനായിട്ട്. ഓക്കെ, അത് മൂന്നാമതൊരാള് വന്ന് കയറിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, അതില് കൈ കടത്താനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ലോഗ് ഔട്ട് ചെയ്ത് നമ്മൾ പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, അയാളുടെ ഇപ്പൊ എന്തായാലും നമ്മളിപ്പോ ഏത് ഇതിൽ ഉപയോഗിക്കുകയാണെങ്കിലും നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മള് ലോഗിൻ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മള് പുറത്തു വരാനായിട്ട്. ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക, ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ പേഷ്യന്റ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. തേർഡ് പാർട്ടി ആക്സസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സേഫ് ഗാർഡ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ലോഗ് ഔട്ട് ചെയ്ത് പോകേണ്ട ആവശ്യകതയുണ്ട്. ഇവിടെ PHI എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ ആണ് കേട്ടോ, രോഗിയുടെ വിവരങ്ങൾ കേട്ടോ. പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫോർമേഷനെയാണ് PHI എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു മാത്രം പോയാൽ മതി കേട്ടോ, അത്രയധികം ഇമ്പോർട്ടന്റ് അല്ല. ജസ്റ്റ് ഒന്ന് വായിച്ചു മാത്രം പോയാൽ മതി. ഇതിൽ നമുക്ക് ഒരിക്കലും വേണമെങ്കിൽ PHIയുടെ ചിലപ്പോൾ നമുക്ക് ഇടാം, അല്ലെ. PHI എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ഇടാം. അതുപോലെ തന്നെ ചില കാര്യങ്ങളുണ്ട്, ഇമെയിൽ. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഈ കളക്ടീവ് കോപ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിനകത്ത് പെർസെന്റേജ് എന്ന് പറയുന്നത് എത്രയാണ്, അതൊക്കെ എന്ത് വരാം, എക്സാമിന് വരാം. എത്രയാണ് പെർസെന്റേജ്, എത്രയാണ് കോപ്പീസിന്റെ പെർസെന്റേജ് ഞാൻ പറഞ്ഞ എത്രയാ, കമന്റ് ചെയ്തൊന്ന്. 80% കോപ്പീസ് ആയിട്ട് വരുന്നു, 20% പേഷ്യന്റ് ഇടുന്നു, അല്ലെ. അതുപോലെ തന്നെ ഡീലിംഗ് വിത്ത്
ഇവിടെ പറയുന്നുണ്ടല്ലേ, ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് പോസ്റ്റ് എന്നൊക്കെ പറയുന്ന ഇമെയിലിനെ കുറിച്ചൊക്കെ പറയുന്നതാണ് അല്ലെ. അതൊക്കെയാണ് എന്ത് വരാം, കൂടുതലായിട്ട് പ്രധാനപ്പെട്ടതായിട്ട് ഇതിനകത്ത് വരാം കേട്ടോ. ബാക്കി എല്ലാം ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും എന്ത് ചെയ്യാണ്, റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ജസ്റ്റ് അത് വായിച്ചു മാത്രം നോക്കിയാൽ മതി. നെക്സ്റ്റ് വരുന്നത് സ്കിൽസ് ആണ്. അതായത് മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കേണ്ട ചില കഴിവുകൾ. അതിനകത്ത് ഒന്നാണ് ടെലിഫോൺ എറ്റിക്വറ്റ് എന്ന് പറയുന്നത് അല്ലെ. ടെലിഫോൺ മര്യാദകൾ പാലിക്കാനായിട്ട് അറിയണം. കസ്റ്റമർ സർവീസ് ഉണ്ടാവണം അല്ലെ. നല്ല രീതിയിൽ സർവീസ് കൊടുക്കുന്ന ആളായിരിക്കണം. ബേസിക് വേർഡ് ആൻഡ് എക്സൽ പ്രോഗ്രാംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യാനായിട്ട് നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ഓക്കെ, അതിനകത്ത് വേർഡ് ഉണ്ട്, എക്സൽ ഉണ്ട്, പവർ പോയിന്റ് ഉണ്ട് അല്ലെ, കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. എക്സൽ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എക്സൽ എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ആണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് എക്സൽ പ്രോഗ്രാം അതുപോലെ ബേസിക് വേർഡ് പ്രോഗ്രാം ഒക്കെ അറിഞ്ഞിരിക്കണം. ദെൻ മാനേജ്മെന്റ് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. മൾട്ടി ടാസ്കിങ് ആയിരിക്കണം. ഓർഗനൈസ്ഡ് ആയിരിക്കണം. ഷെഡ്യൂളിംഗ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് സ്കിൽസിൽ വരുന്നത്. ഓക്കെ, ദെൻ നമ്മൾ സ്കിൽസിന്റെ തന്നെ കുറച്ചു കാര്യങ്ങള് സബ് പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നുണ്ട് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഏബിൾ ടു ലിസൺ എഫക്റ്റീവ്ലി ആൻഡ് എക്സ്പ്രസ് വൺസെൽഫ് ഇൻ എ ക്ലിയർ ആർട്ടിക്കുലർ മാനർ. അതായത് ഒരു എഫക്റ്റീവ് ആയിട്ട് ലിസൺ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ അത് ക്ലിയർ ആയിട്ട് ആള് പറയുന്നത് എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുക. റെസ്പോണ്ട് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. Then information collection and management, able to collect, organize and monitor data efficiently. അതായത് ഒരു ഇൻഫോർമേഷൻസ് പേഷ്യന്റ് കയ്യിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ കളക്ട് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കുക. അത് ഓർഗനൈസ് ചെയ്യുക, ദെൻ അത് മോണിറ്റർ ചെയ്യുക. ഓക്കെ, then planning and organization, able to multitask, prioritize and schedule tasks and activities. മൾട്ടി ടാസ്ക് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടായിരിക്കുക. പ്രയോറിറ്റൈസ് ചെയ്യുക, ആദ്യം ചെയ്യേണ്ട ജോലി ആദ്യം ചെയ്ത് തീർക്കുക, രണ്ടാമത് ചെയ്യേണ്ട ജോലി രണ്ടാമത് ചെയ്ത് തീർക്കുക. അപ്പോ എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ട ജോലികളാണെങ്കിൽ അതിന് പ്രയോറിറ്റൈസ് കൊടുക്കുക. ഓക്കെ, then attention to detail, able to produce accurate and high quality work through concern for all areas involved. എന്താ ഇവിടെ പറയുന്നത്, അതായത് എല്ലാ മേഖലകളിലും ശ്രദ്ധ ചെലുത്തുന്നതിലൂടെ ഉയർന്നതും നിലവാരമുള്ളതുമായ ജോലികൾ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിപ്പോ ഫ്രണ്ട് ഓഫീസിലാണ് നിൽക്കുന്നത് അല്ലെ, മൾട്ടി ടാസ്കിംഗ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എല്ലാ മേഖലകളിലും നമ്മൾ അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാല് എല്ലാത്തരം ജോലികളും ചെയ്യാനായിട്ട് റിസപ്ഷനിസ്റ്റിന് സാധിക്കും എന്നുള്ളതാണ് അവിടെ പറയുന്നത് കേട്ടോ. Then next one, customer service skills, able to develop good customer relationship, focusing on achieving customer satisfaction. കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നത് കൊണ്ട് കസ്റ്റമർ റിലേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഒരാളുമായിട്ട് നമ്മൾ നല്ല രീതിയിൽ, അതായത് ആ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ, ഒരു കസ്റ്റമർ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ ആ കസ്റ്റമറിന് അവിടെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, the next one, adaptability, able to adjust approach to meet changing demands and situation that includes in dealing with the diverse people. പല ആളുകളുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മിങ്കിൾ ചെയ്യുന്നത് അല്ലെ, ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പൊ ഓരോരുത്തരുടെ ഇമോഷൻ അനുസരിച്ച്, ഓരോരുത്തരുടെ ചേഞ്ചിങ് ഡിമാൻഡ്സ് അനുസരിച്ച്, ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ച് എന്ത് ചെയ്യണം, അവരുമായിട്ട് പൊരുത്തപ്പെടാൻ, അഡാപ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു കഴിവ് ഉണ്ടായിരിക്കണം. The next one, confidentiality, able to maintain confidentiality and adhere to ethical standards. Adhere എന്ന് പറയുന്നത് പാലിക്കുക എന്നുള്ളതാണ് കേട്ടോ. പാലിക്കുക എന്നുള്ളതാണ് അതിന്റെ മലയാളം മീനിങ് വരുന്നത്. അതായത് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, രഹസ്യ സ്വഭാവം സൂക്ഷിക്കുക അല്ലെ. അതായത് പേഷ്യന്റിന്റെ എന്താ പറയാ ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യുക, വളരെ രഹസ്യമായിട്ട് എന്ത് ചെയ്യുക, സൂക്ഷിച്ചു വെക്കുക. അതുപോലെ തന്നെ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ, പേഷ്യൻസിനോട് നമ്മൾക്ക് നീതി പുലർത്തേണ്ട ചില കാര്യങ്ങൾ ഉണ്ടല്ലേ, അതൊക്കെ എന്ത് ചെയ്യാണ്, സൂക്ഷിക്കാനായിട്ട് എന്ത് ചെയ്യണം, ശ്രമിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇതിൽ വരുന്നത്, സ്കിൽസിൽ വരുന്നത്. ക്ലിയർ ആണോ?
മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ. പലരും ബോറടിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. പക്ഷെ നമുക്കിത് എന്ത് ചെയ്യണം? നമുക്കിത് തീർത്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ. Then ഇതുകൂടി നമുക്ക് നോക്കാം. The most critical skills include telephone etiquette. When a patient calls in the way in which the front desk personnel handles the telephone call determines how the facility is received. The medical office receptionist must be a good listener and maintain confidentiality besides having good phone manners. അതായത് ഒരു പേഷ്യന്റ് ഒരു ഫ്രണ്ട് ഡെസ്ക് പേഴ്സണെ കോള് ചെയ്യുമ്പോൾ അവര് ആ പേഷ്യന്റിനോട് എങ്ങനെയാണോ പെരുമാറുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഫോൺ കോൾ ഹാൻഡിൽ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും പേഷ്യന്റ് ആ ഒരു ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഫെസിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്തുക, കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ. ഫോർ എക്സാമ്പിൾ, ഇപ്പോ എന്നെ ഒരാൾ വിളിക്കുകയാണ്, ഞാൻ ഒരു പേഷ്യന്റ് എന്നെ വിളിക്കുന്നു, ഞാൻ റിസപ്ഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ വിളിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് എത്ര നല്ല രീതിയിലാണ് പെരുമാറുന്നത്, എങ്ങനെയാണ് ഞാൻ ബിഹേവ് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടായിരിക്കും ആ വ്യക്തി ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിന്റെ വാല്യൂ കണക്കാക്കുന്നത് കേട്ടോ. അപ്പൊ അത്രയും പ്രാധാന്യം ഉണ്ടാർക്ക് മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന്. കൂടാതെ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഗുഡ് ലിസണർ ആയിരിക്കണം. അതുപോലെ തന്നെ എന്താ പറയാ, രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്ന ഒരാളായിരിക്കണം. പിന്നെ നല്ല രീതിയിലുള്ള ഫോൺ മാനേഴ്സ് ഉള്ള വ്യക്തികളുമായിരിക്കണം. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ദെൻ അടുത്ത ഒരു ടേബിൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. കുറച്ച് ഡൂസ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഡോൺസ് കൊടുത്തിട്ടുണ്ട്. മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ചെയ്യരുതാത്ത കാര്യങ്ങളും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഡൂസിൽ എന്താണ് പറയുന്നത് നോക്കാം. ഡൂസില് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്മൈൽ ആൻഡ് പ്ലസന്റ് ടോക്ക്. അതായത് ഹാപ്പി ആയിട്ട് എന്ത് ചെയ്യുക, പുഞ്ചിരിച്ചുകൊണ്ട് നല്ല ഹാപ്പി ആയിട്ട് എന്ത് ചെയ്യുക, പേഷ്യന്റിനോട് സംസാരിക്കുക. രണ്ടാമത്തത് സ്പീക്ക് ക്ലിയർലി, വ്യക്തമായിട്ട് ഒരാളോട് സംസാരിക്കുമ്പോൾ വ്യക്തതയോടുകൂടി എന്ത് ചെയ്യുക, സംസാരിക്കുക. മൂന്നാമത്തെ പോയിന്റ് മേക്ക് ദം വെൽക്കം, അതായത് അവരെ വെൽക്കം ചെയ്യുക. ഓക്കെ, ഇനി കുറച്ച് ഡോൺസ് കൊടുത്തിട്ടുണ്ട്. ഡിസ്ട്രാക്ട്, അതായത് അവർക്ക് അറ്റൻഷൻ കൊടുക്കാതെ പോകരുത്, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവരെ ശ്രദ്ധിക്കാതിരിക്കാനായിട്ട് പാടുള്ളതല്ല. എന്ത് വന്നാലും ഇപ്പോ വെറുതെ സംസാരിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണെങ്കിലും അവരെന്ത് ചെയ്യണം, ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ഓക്കെ, അപ്പൊ ഡിസ്ട്രാക്ട് പാടില്ല. ദെൻ ഷൗട്ട് ഓർ വിസ്പർ, അതായത് പേഷ്യന്റിനോട് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്കായിട്ട് മന്ത്രിക്കുകയോ അല്ലെങ്കിൽ പിറുപിറുക്കാന്നൊക്കെ പറയില്ലേ നമ്മള്, അത് പേഷ്യന്റ് കേൾക്കാതെ അവരെ കുറ്റം പറയുന്ന ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, ചെയ്യാനായിട്ട് പാടുള്ളതല്ല. മൂന്നാമത്തത് ഹോൾഡ് ഫോർ ടു ലോങ്, പേഷ്യൻസിനെ അധിക സമയം ചെയ്യരുത്, വെയിറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് പാടുള്ളതല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, ഡോൺസില് വരുന്നത് കേട്ടോ. ഡൂസും ഡോൺസും എന്താണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ടേബിളിന്റെ അവിടെ എന്ത് ചെയ്യാം, ഇമ്പോർട്ടന്റ് എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ. അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയി. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ. ഇനി ചെറിയൊരു നോട്ട് കൂടി തരാനുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞതിന്റെ ബാലൻസില് ഒരു കോട്ടസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് എന്ത് ചെയ്യാനുണ്ട്, നോട്ട് ചെയ്യാനുണ്ട്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, പറഞ്ഞുതരാം കേട്ടോ. ഇത് നമ്മൾ പുതിയൊരു ചാപ്റ്റർ പിന്നീട് എടുക്കുന്നതായിരിക്കും. ഓക്കെ, ഞാൻ മൈക്ക് ഓൺ ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻസ് തരാം, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. ക്വസ്റ്റ്യൻസും തരാം, ഒരു ഷോർട്ട് നോട്ടും തരാം. ഓക്കെ, തരാം, എന്തായാലും തരാം, ക്വസ്റ്റ്യൻസ് തരാം കേട്ടോ. ഓക്കെ, എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറഞ്ഞേ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് അല്ലേ, പോയിന്റ്സ് പരീക്ഷയ്ക്ക്. ഓക്കെ, ഒന്ന് ലാസ്റ്റോടേക്ക് പറയാം. ആ ഒരു ടേബിള് ഡൂസും ഡോൺസും ഒന്ന് പോയിന്റ് ചെയ്യാം, എന്തെങ്കിലും ഒന്ന് ടിക്ക് ചെയ്യാം.
Then skills-ലെ ടെലിഫോൺ എറ്റിക്യൂറ്റ്, കസ്റ്റമർ സർവീസ്, ബേസിക് വേർഡ് ആൻഡ് എക്സൽ, പ്രോഗ്രാംസ്, ദ മാനേജ്മെന്റ്, മൾട്ടി ടാസ്കിങ്, അതൊക്കെ ആ സ്കിൽസ് മൊത്തം കേട്ടോ. സബ് പോയിന്റുകളെല്ലാം സ്കിൽസ് മൊത്തം. ഓക്കെ. പിന്നെ കളക്ട് കോപ്പീസ് ആൻഡ് പേയ്മെന്റ്സ്, അതൊന്ന് നോട്ട് ചെയ്യാം. ഡീൽ വിത്ത് ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് പോസ്റ്റ്. PHI എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ കേട്ടോ. പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ. കളക്ട് കോപ്പീസ് ആൻഡ് പേയ്മെന്റ്സ്. Then hospital front desk executive or a hospital receptionist key point. In smaller offices, medical receptionist will be responsible for both administrative and clinical duties. Very paragraph important. Then timing is very important. എത്ര മണിക്കൂറാണ് ടൈം വരുന്നത്? ഷിഫ്റ്റ് എത്ര മണിക്കൂർ ഒരാളുടെ? 8 മണിക്കൂർ അല്ലേ? 3 ഷിഫ്റ്റുകളിലായിട്ടാണ് പ്രവർത്തിക്കുക. ഓക്കെ. ടൈമിംഗ് ഇമ്പോർട്ടന്റ് ആണ്. Then മെയിൻ ഗോള് കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്. മെയിൻ ഗോള്. Then 68% leave because of rude or discourteous services. Then cash collection. Then what is CRM? CRM. ഓക്കെ. ഇത്ര ഉള്ളൂ കേട്ടോ. ഇത്രയും കാര്യങ്ങൾ വിട്ടുപോകരുത്, എന്തായാലും പഠിച്ചു വയ്ക്കണം. മനസ്സിലായോ എല്ലാവർക്കും? മാം ക്യാഷ് കളക്ഷൻ കഴിഞ്ഞ് എന്താ പറഞ്ഞേ? ക്യാഷ് കളക്ഷൻ കഴിഞ്ഞിട്ട് CRM ആണ്. CRM കേട്ടോ. CRM പഠിച്ചു വയ്ക്കണം. ഓക്കെ. അപ്പൊ മറ്റു പോയിന്റ്സുകളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് സൂക്ഷിക്കുക. പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, CRM സോഫ്റ്റ്വെയർ, ഈ പിക്ചർ കൊടുത്തിട്ടില്ലേ, അതൊന്ന് സൂക്ഷിച്ചു നോക്കി വെക്കുക കേട്ടോ. ചിലപ്പോ പിക്ചർ തരും, എന്നിട്ട് സാമ്പിൾ ചോദിക്കാം നിങ്ങളുടേതാണെന്ന് കേട്ടോ. ഓക്കെ. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. പിക്ചേഴ്സ് രണ്ടും, അപ്പോയിന്റ്മെന്റിന്റെയും CRM സോഫ്റ്റ്വെയർ സാമ്പിളിന്റെയും എന്ത് ചെയ്യാം, പിക്ചേഴ്സ് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ. ക്ലിയർ ആയോ? ക്ലിയർ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ തരാം. അധികമല്ല, 2-3 ഉണ്ടാവുള്ളൂ കേട്ടോ. കൂടാതെ ഒരു ഷോർട്ട് നോട്ടും കൂടി തരാം. then നമുക്ക് ലബോറട്ടറി സർവീസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. താങ്ക് യു. മൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.